ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെ സ്നാപ്സ്. അപ്പോൾ ജെ സ്നാപ്സിന്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ലാസ്റ്റ് 2-3 വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്. അതായത് ഡെൻമാർക്കിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് വന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ എത്രത്തോളം മന്ത്ലി എക്സ്പെൻസ് വരും എന്നുള്ളത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, അതൊരു സിംഗിൾ പേഴ്സൺ ആയിട്ട് നിന്ന സമയത്തും അതുപോലെ ഞങ്ങൾ കപ്പിളായിട്ട് നിൽക്കുന്ന സമയത്തും എത്രത്തോളം ചിലവ് വരും എന്നുള്ള 1-2 വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ 1-2 വീഡിയോസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഡെൻമാർക്കിലുള്ള മലയാളി കപ്പിൾസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. യൂട്യൂബിൽ നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റ ഐഡീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ഒരുപാട് പേര് ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളോട് ഒരുപാട് പേര് ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡൗട്ടും കാര്യങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ നേഴ്സിംഗ് റിക്രൂട്ട്മെന്റിനെ പറ്റിയുള്ള ഡൗട്ടുകളാണ് ഏറ്റവും കൂടുതൽ. അല്ലാത്ത ഡൗട്ട്സുകളും കാര്യങ്ങളും ഉണ്ട്. ഇവിടുത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണെന്ന് ചോദിക്കുന്നവരുണ്ട്. അതേപോലെ ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്നവർ, ഇവിടെ ജോബ് വിസ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബിന് ട്രൈ ചെയ്യുന്നവർ, അങ്ങനെ ഓൾമോസ്റ്റ് യൂറോപ്യൻ കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഒരു ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്നതിൽ കുറേ പേര് നമ്മളോട് ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതായത് ഡെൻമാർക്കിലെ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ മലയാളി കപ്പിൾസ് എന്നുള്ള രീതിയിൽ നമ്മളോട് കുറേ പേര് ഡൗട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തംബ്നെയിൽ അല്ലെങ്കിൽ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഇപ്പോൾ ഡെൻമാർക്കിലോട്ട് നേഴ്സിംഗ് ജോബിന് വേണ്ടി കടന്നു വരുന്നവർ, അപ്പോൾ അവർ കുറേ ഡൗട്ടും കാര്യങ്ങളും നമ്മളോട് ചോദിച്ചു. അപ്പോൾ അതിനൊക്കെ നമ്മളിവിടെ അന്വേഷിച്ചിട്ട്, ഇവിടെ ഉള്ളവരോടൊക്കെ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തിയ മറുപടികളും അതുപോലെ നമുക്ക് അറിയുന്ന ഡീറ്റെയിൽസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഡെൻമാർക്കിൽ എത്തിയിട്ട് ഇപ്പോൾ 4 to 5 മാസം ആവുന്നുള്ളൂ. ഇപ്പോൾ ശില്പി ആണെങ്കിലും 9-10 മാസം ആയിട്ടുള്ളൂ ഡെൻമാർക്കിൽ എത്തിയിട്ട്. അപ്പോൾ നമ്മുടെ ലിമിറ്റഡ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കറിയുന്ന കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ള പോലെയാണ്. കാരണം 1-to-1 നമ്മൾ ഈ ഡൗട്ട് ചോദിക്കുന്നവരോടെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കത് ടൈം തികയത്തില്ല, നമുക്കെല്ലാം എല്ലാവരോടും ഷെയർ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു ഡൗട്ട് ചോദിച്ചവരോട് ഞാൻ അവർക്കറിയാവുന്ന കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പേരും നമ്മളോട് ചോദിക്കുന്നത്, ഇപ്പോൾ ഡെൻമാർക്കിലായിട്ട് നേഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്, ഇത് സത്യമാണോ അതോ കള്ളമാണോ എന്നുള്ള പോലെയാണ്. അതായത് ഒരുപാട് ഏജൻസികൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നേഴ്സിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അതുപോലെ തന്നെ UAE അതുപോലെ പല യൂറോപ്യൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവരോട് നാട്ടിൽ ഒരുപാട് ഏജൻസികൾ കോൺടാക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഡെൻമാർക്കിലായിട്ട് മാസീവായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള പോലെയാണ് കുറേ പേര് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മറുപടി പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് മുമ്പും ഉണ്ടായിരുന്നു. മുമ്പും ഉള്ളത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ മെയിനായിട്ട് ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ്, അതുപോലെ ഡെന്റിസ്റ്റ്, നേഴ്സുമാർ, ഇങ്ങനെ ഈ ഉള്ള ഒരു ഫീൽഡിലോട്ടൊക്കെ ഒരുപാട് റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ടായിരുന്നു. മുമ്പൊക്കെ അത് ഓതറൈസേഷൻ വിസ എന്നുള്ള രീതിയിലായിരുന്നു കൂടുതൽ പേര് ഇങ്ങോട്ട് കടന്നു വരാറുള്ളത്. അത് നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് 3 വർഷത്തേനുള്ള പോലെ ഇങ്ങോട്ട് നമുക്ക് ഓതറൈസേഷൻ വിസ എടുത്ത് ഇവിടെ വന്ന് നമ്മൾ ഡാനിഷ് ഇവിടെ വന്ന് പഠിച്ച് ഇവിടുന്ന് എക്സാം പാസ്സായി ഇവിടെ അത് ജോലി അന്വേഷിച്ച് കണ്ടെത്തി അതിൽ ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. ഇപ്പോൾ നമ്മൾ ഡെൻമാർക്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ബേസിക് ലാംഗ്വേജ് അതായത് ഡാനിഷാണ്. അപ്പോൾ നമുക്ക് നോർമലി ഇപ്പോൾ ഞാൻ ശില്പയൊക്കെ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡാനിഷ് അത്ര അറിയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. പക്ഷേ ഹെൽത്ത് സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ടാവും, പിള്ളേരായിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ ഇൻട്രാക്ഷൻ വരുന്നൊരു ഫീൽഡ് ആയതുകൊണ്ട് ഇവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഡാനിഷ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് പഠിച്ച് അതിൻ്റെ എക്സാം പാസ് ആവേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മളൊരു കെയർ ജോബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേഴ്സിംഗ് ജോബ് ആയിക്കോട്ടെ, അതല്ല ഡോക്ടറോ വേറെ എന്ത് ഹെൽത്ത് കെയറിലെ ഫീൽഡ് ആണെങ്കിലും എക്സാം ഡാനിഷ് പഠിച്ച് എക്സാം പാസ്സായിട്ട് മാത്രമേ നമുക്ക് ജോലി കിട്ടുമായിരുന്നുള്ളൂ. മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഏജൻസികളെല്ലാം പറയുന്നത്, അവിടെ പോയിട്ട് നമുക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കെയർ ഗീവർ ആയിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, അതിനുശേഷം നമുക്ക് എക്സാം പാസ്സായാൽ മതി, ഇത് ശരിയാണോ എന്നുള്ള പോലെയാണ് ഒരുപാട് പേര് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതിനെ പറ്റി നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിയുകയാണെങ്കിൽ, ഇപ്പം നേഴ്സുമാരുടെ അല്ലെങ്കിൽ നേഴ്സിന്റെ റിക്രൂട്ട്മെന്റിൽ ഇവിടെ ഒരു എക്സ്ക്യൂസസ് പോലെ, അതായത് ഇവിടെ ഡാനിഷ് ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവണം എന്നുള്ള പോലെ അത് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരിവിടെ ഒരു അഡാപ്റ്റേഷൻ ആൻഡ് ട്രെയിനിങ് പർപ്പസസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വിസയിൽ വരുന്നവർക്ക് കൂടുതൽ ഇവിടെ വന്നതിന് ശേഷം ആ പ്രോഗ്രാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ അസിസ്റ്റന്റ് ആയിട്ടോ ക്ലിനിക്കിലോ അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഏജൻസി വഴിയാണ് വരുന്നതെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഈ കോഴ്സുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ളത് പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ അതിലൂടെ നമ്മൾ ഇവിടുത്തെ ഡാനിഷ് കൾച്ചറുമായിട്ട് കൂടുതൽ അഡാപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്കൊരു ഡാനിഷ് ലാംഗ്വേജിലുള്ള ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ്.
അപ്പോൾ ഇതിന് ശേഷം അപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടെസ്റ്റോ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള പോലെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് ശേഷം ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്, അത് എംപ്ലോയറുടെ അടുത്തുനിന്ന് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പോലെയാണ് പറയുന്നത്. എന്നിരുന്നാലും ഈ സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഒബ്റ്റൈനിങ് ഓതറൈസേഷൻ ആൻഡ് വർക്കിംഗ് ആസ് എ നേഴ്സ് എന്ന് പറയുന്നതിന് ഡാനിഷ് ലാംഗ്വേജ് അതിൻ്റെ സ്കില്ല് മാൻഡേറ്ററി ആണെന്നുള്ള പോലെയും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏജൻസി ആയിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ ഇതുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് അതിലൊരു ക്ലാരിറ്റി വരുത്തുക. അതായത് നമ്മൾ ഈ അഡാപ്റ്റേഷൻ ആൻഡ് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു 3 വർഷത്തെ മൊത്തം പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു 6 മാസം ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ടോ, അതോ ഈ 3 വർഷത്തിൽ ടൈം എടുത്ത് നമ്മൾ എക്സാം പാസ്സായിട്ട് നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, അതുവരെ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കും. കൂടുതൽ പേരും നമ്മൾ ഈ വിസ പ്രോസസ്സിങ്ങിനെ പറ്റിയാണ് കൂടുതലും ചോദിച്ചത്. അതിന് എത്ര ടൈം എടുക്കും, അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സാലറിയും കാര്യങ്ങളും, അങ്ങനെ 1 by 1 ആയിട്ട് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം തന്നെ വിസ പ്രോസസ്സിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഞാനും ശില്പ ആയിക്കോട്ടെ, ഞങ്ങൾ രണ്ടുപേരും ഒരു ഏജൻസി വഴിയോ അങ്ങനെയൊന്നും അല്ല വന്നത്. ശില്പ ഒരു ഓൺസൈറ്റ് ഓഫറിൽ ഇങ്ങോട്ട് വരികയും ഞാൻ അതിന്റെ സ്പൗസ് വിസയിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ പ്രോസസ്സിംഗ് ടൈം ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഡൗട്ട് ചോദിച്ചവർ ഒരുപാട് പേരുണ്ട്. ഒരു 30 പോലെ 50 വരെ ആൾക്കാർ നമ്മളോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വഴി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ പല ഏജൻസി വഴി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തവരാണ്. അപ്പോൾ പലരോടും 4 മാസം മുതൽ 1 വർഷം വരെയുള്ള ടൈം ഫ്രെയിമാണ് പലരോടും പറഞ്ഞേക്കുന്നത് ഈ പ്രോസസ്സിങ്ങിനായിട്ട്. പിന്നെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരോടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പ് ഇവിടെ ഡെൻമാർക്കിൽ എത്തിയിട്ട് ഇവിടെ ജോലി കണ്ടുപിടിക്കുന്നവരോടും അതുപോലെ തന്നെ ജോലി കണ്ടുപിടിക്കാൻ നോക്കുന്നവരോടും ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയതും ഇതൊരു ഏജൻസി വഴി നമ്മളങ്ങനെ മുമ്പോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. ഇത് അത്രയും ഒരു എമൗണ്ട് മുടക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഏജൻസി എന്ന് പറയുമ്പോൾ അവരുടെ ഫീ ആയിട്ടായിരിക്കും കണക്കാക്കുന്നത് ഈ ഫണ്ട് മൊത്തം. അത് ചിലത് 4 ലക്ഷം എന്ന് പറയുന്നുണ്ട്, പക്ഷെ 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെ ചിലവ് പറയുന്ന ഏജൻസികളുണ്ട്. അപ്പോൾ അവർ ചെയ്തു കൊടുക്കാന്ന് വെച്ചാൽ ഇവിടെ എത്തിയിട്ട് ഒരു 10 ദിവസം വരെയുള്ള അവരുടെ ചെലവും കാര്യങ്ങളും നോക്കുക, അല്ലെങ്കിൽ സ്റ്റേ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് ആ ഫസ്റ്റ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എംപ്ലോയർ വേണമെന്ന് പറഞ്ഞല്ലോ, അവരുടെ കീഴിലായിരിക്കും. അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്നാണ് ഇവിടുത്തെ ഗവൺമെന്റ് സൈറ്റിൽ നോക്കിയപ്പോൾ മനസ്സിലായത്. അത് ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരിക്കും. പിന്നെ എല്ലാവർക്കും ഫാമിലി വിസ എന്നുള്ള പോലെയാണ്. നമുക്ക് നമ്മുടെ ഫാമിലിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, നമ്മുടെ പിള്ളേരായിക്കോട്ടെ, അക്കമ്പനി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് അവർക്ക് ജോബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നുള്ള പോലെയാണ് പറഞ്ഞത്. പക്ഷെ ജനറലി ഇവിടെ മുമ്പ് എത്തിയവരോട് ചോദിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, അതായത് ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ആ പ്രോസസ്സ് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് സൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള പോലെ. പിന്നെ ഈ എംപ്ലോയറെ കണ്ടുപിടിക്കേണ്ട ഒരു പ്രോസസ്സാണ് ഇവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇവരൊരു ഫീ ഈടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കി ചെയ്യുക. ചിലർ സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും, ചിലത് അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടാവും. അപ്പോൾ സിറ്റുവേഷൻ പോലെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നോക്കുക. ഇപ്പോൾ ഈ പ്രോസസ്സിംഗ് ടൈം പറഞ്ഞ പോലെ തന്നെ പ്രോസസ്സിംഗ് ഫീയും അതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ ഏജൻസി വഴി വരുമ്പം അവർ പറയുന്ന ഫീസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് നാട്ടിലെ ഏജൻസികൾ 4 ലക്ഷം മുതൽ അതുപോലെ തന്നെ 10 ലക്ഷം 12 ലക്ഷം വരെ പല ഏജൻസികളും അതിനനുസരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചിലർ അതിനകത്ത് റേറ്റ് കൂടുന്നതനുസരിച്ച് അവർ ടിക്കറ്റ് അവരെടുത്ത് കൊടുക്കാം എന്നുള്ള പോലെ പറയുമായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാങ്ക് ബാലൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേഴ്സണ് ഏകദേശം 4 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് കാണിക്കണം. ഇപ്പോൾ നമ്മൾ ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, 2 പിള്ളേരൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ 10 ലക്ഷം രൂപ വരെയൊക്കെ നമ്മൾ ബാങ്ക് ബാലൻസ് കാണിക്കേണ്ട വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏജൻസി പറയുമായിരിക്കും. ചിലപ്പോൾ അത് അറേഞ്ച് ചെയ്യാനുള്ളതൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ മെയിനായിട്ടും ചോദിക്കുന്നത്, ഇപ്പോൾ എന്തായാലും വരുന്നത് ഹെൽത്ത് കെയർ സെക്ടറിലോട്ടായിക്കോട്ടെ ആണല്ലോ. അപ്പോൾ മുമ്പ് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ ലാംഗ്വേജ് പാസ്സാവണ്ടെന്ന് പറഞ്ഞാലും മുമ്പോട്ട് വർക്ക് ചെയ്യുന്നതിനെങ്കിൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡാനിഷ് പഠിക്കുകയും അതിൻ്റെ എക്സാം പാസ്സാവുകയും ചെയ്യണം. അപ്പോൾ അത് എക്സാം പഠിക്കാൻ എളുപ്പമാണോ, എക്സാം അല്ല ഡാനിഷ് പഠിക്കാൻ എളുപ്പമാണോ ലാംഗ്വേജ്, അത് നമുക്ക് പെട്ടെന്ന് പാസ്സാക്കാൻ പറ്റുമോ എന്നുള്ള പോലെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചില ഏജൻസികൾ ചിലരോട് 3 മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് പഠിച്ച എക്സാം പാസ്സാവാം എന്നൊക്കെ ഉള്ള പോലെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എത്രത്തോളം മാർക്കും കാര്യങ്ങളും വേണം എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ മുമ്പത്തേക്ക് സിനാരിയോ ആണെങ്കിൽ ഇപ്പോൾ ഡോക്ടർമാർക്ക് ഏകദേശം 10ൽ 7 മാർക്കോളം വേണ്ടി വരും. അത് പല സെക്ഷനായിട്ടുള്ള എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും 7ഓളം മാർക്ക് നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ നേഴ്സുമാർക്കാണെങ്കിൽ ചിലപ്പോൾ
2 മതിയായിരുന്നു. പക്ഷേ അത് ഡോക്ടർമാരുടെ ഈക്വലൻ്റ് ആക്കി മാറ്റാൻ പോവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം വരികയാണെങ്കിൽ ഏകദേശം എത്രത്തോളം മാർക്ക് വരും എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ച് നോക്കുക. പിന്നെ ഈ 3 മാസം കൊണ്ട് ഡാനിഷ് പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പം ഞാനും ശില്പി IT ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് അത്രത്തോളം ഡാനിഷ് ലാംഗ്വേജിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ പോലും ഇവിടെ വന്ന് നമ്മൾ CPR നമ്മുടെ ID കാർഡൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ പയ്യെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഹെൽത്ത് കെയർ സെക്ടറിലോട്ട് വരുമ്പം നമ്മളത് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് നമ്മൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം 1 വർഷം 1.5 വർഷം വരെ എടുക്കും നമ്മൾ നന്നായിട്ട് ഡാനിഷ് പഠിച്ച് അതിൻ്റെ എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിം നമ്മൾ കണക്കാക്കുക. അപ്പോൾ ഏജൻസി പറയുന്ന പോലെ നിങ്ങൾ ചെന്നിട്ട് 3 മാസം കൊണ്ട് പഠിക്കുക എന്ന് പറയുമ്പം അത് അത്ര പോസിബിൾ ആണോ അല്ലെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നുള്ളത് ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക. നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 1 വർഷം മുതൽ 1.5 വർഷം വരെ എടുക്കും നമ്മൾ ഡാനിഷ് പഠിച്ച് അതിൻ്റെ എക്സാമൊക്കെ പാസ്സാവാൻ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ എത്രത്തോളം സാലറി കിട്ടുന്നുണ്ട്, അതായത് നഴ്സിംഗ് ഫീൽഡ് ആയിക്കോട്ടെ കെയർ ജോബ് ഫീൽഡ് ആയിക്കോട്ടെ എത്രത്തോളം സാലറി കിട്ടും എന്നുള്ള പോലെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിച്ച് കറക്റ്റായിട്ട് ഒരു ആൻസർ കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളോട് ഡൗട്ട് ചെയ്തിട്ട് ചോദിച്ച പലരും ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരോടും ചോദിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് ഏജൻസികൾ പറയുന്നത് 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ സാലറി അവർ ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നുള്ളതും അതുപോലെ ഇൻ്റർവ്യൂ പ്രോസസ്സോ ജോബിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഏജൻസിക്ക് ഫീസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ കൂടുതൽ പേർക്കും ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നേഴ്സിംഗ് ഫീൽഡിലോട്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ ഫാമിലി ആയിട്ടായിരിക്കും കൂടുതൽ പേരും വരാൻ നോക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ അവർ ഫാമിലി ആയിട്ട് വരുമ്പോൾ മറ്റൊരാൾക്ക് ജോബ് കണ്ടുപിടിക്കാൻ എളുപ്പമാണോ എന്നുള്ള പോലെ. അതിപ്പോൾ കെയർ ജോബ് ആയിക്കോട്ടെ, അതിപ്പോൾ നേഴ്സായിട്ട് വരുന്നവർക്ക് സ്റ്റാർട്ടിങ് ചിലപ്പോൾ കെയർ ജോബോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജോബൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഫാമിലി സ്പൗസിൽ വരുന്ന ആൾക്ക് ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാൻ എളുപ്പമാണോ എന്നുള്ള പോലെയാണ് കൂടുതൽ പേരും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പാർട്ട് ടൈം ജോബിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അൺസ്കിൽഡ് ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കൂടുതലും ഫുഡ് ഡെലിവറി ആയിട്ട് അല്ലെങ്കിൽ വെയർ ഹൗസിൽ, സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ക്ലീനിങ് ജോബ്, റെസ്റ്റോറൻറ്റ്സിൽ അങ്ങനെയുള്ള ജോബുകളാണ് കൂടുതൽ. പക്ഷേ എനിക്ക് ഇവിടെ മനസ്സിലായിടത്തോളം ഒരു പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ അൺസ്കിൽഡ് ജോബ് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇവിടെ എല്ലാത്തിനും ഇവർ ഡാനിഷ് അറിയുന്നവർ അല്ലെങ്കിൽ ഡാനിഷ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രിഫർ ചെയ്യുക. അതിനുശേഷമുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഏജൻസി വഴി വരുന്നവർ ചിലർ അവർ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. കാരണം ഇവർക്ക് എന്തെങ്കിലും കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാസീവായിട്ട് ഇങ്ങനത്തെ ഉള്ള അൺസ്കിൽഡ് ലേബേഴ്സിനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ബെറ്റർ. അല്ലാതെ നമ്മൾ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതൊരു ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽറ്റിയാണ്. പിന്നെ ഇപ്പോൾ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈമാണ്. ഇപ്പോൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു മേ ബി നെക്സ്റ്റ് സമ്മർ കഴിയുമ്പോൾ ഒക്കെ ടൈമിലോട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ ഫുഡ് ഡെലിവറി ജോബും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു 1 മന്തിനുള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ പറ്റുമായിരിക്കും. പക്ഷേ ബാക്കിയുള്ള ജോബിനൊക്കെ ലാംഗ്വേജിൽ നമ്മുടെ പ്രൊഫഷൻസി ഹെൽപ്ഫുൾ ആവുന്ന പോലെയാണ് ഇരിക്കുക. അപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും സ്പൗസിൽ വരുന്നവരും കൂടെ ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരിക്കും പാർട്ട് ടൈം ജോബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലവും കാര്യങ്ങളുമാണ് മെയിനായിട്ട് പിന്നെ ബാക്കിയുള്ളവർ ചോദിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പ് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ പേഴ്സൺ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ എത്രത്തോളം ചിലവ് വരും എന്നുള്ളത്. അതിൽ പിള്ളേരുടെ കുട്ടികളുടെ കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് എക്സ്ട്രാ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രത്തോളം ചിലവ് വരും എന്നുള്ളത്, പിള്ളേരുടെ നമ്മുടെ ഇവിടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ചിലവ് വരും എന്നുള്ളത് എക്സ്ട്രാ ആയിട്ട് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനെ പറ്റിയാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ കുട്ടികളുള്ളത് അവർ പഠിക്കുന്ന ഏജിൽ പ്രായത്തിലുള്ള പിള്ളേരാണെങ്കിൽ അവർ നാട്ടിലിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ എവിടെയാണോ ഉള്ളത്, ഇപ്പോൾ UAE ആയിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ പേരും ചോദിക്കുന്നത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ഫ്രീ ആണോ, അതുപോലെ തന്നെ നമുക്ക് അതേ സിലബസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള പോലെയാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മുടെ ID കാർഡ് നമുക്ക് കിട്ടുക. അതായത് നമ്മൾ CPR നമ്പർ എന്ന് പറയും. അത് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ID കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അത് ഫ്രീ ആയിട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ പബ്ലിക് സ്കൂളിലെ എഡ്യൂക്കേഷനാണ്. അപ്പോൾ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇവിടുത്തെ സിലബസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഡാനിഷ് ലാംഗ്വേജിൽ അവർക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ്സും കാര്യങ്ങളും, ഫ്രീ ആയിട്ടെന്നല്ല, അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ലെവൽ 0 എന്നുള്ള പോലെ ഒരു ക്ലാസ്സും കാര്യങ്ങളും അവർ കൊടുക്കും. അതിന് ശേഷമായിരിക്കും ഇവിടുത്തെ ഇതിൽ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. അതല്ല, നമ്മളിപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്തു വന്ന അവിടുത്തെ സിലബസ് നമ്മുടെ നാട്ടിലെ ആയിക്കോട്ടെ ഇൻ്റർനാഷണൽ സിലബസ് കണ്ടിന്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ സ്കൂൾസിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരും, അതിൻ്റെ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏകദേശം ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് ഏകദേശം മന്ത്ലി
4000 DKK ഒക്കെ ഫീ വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇന്റർനാഷണൽ സ്കൂൾസിലുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് അതിനെപ്പറ്റി സ്കൂൾസിലും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് നോക്കും. പിന്നെ കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത്, അത് നമുക്ക് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ വന്ന സമയത്താണ് ഏകദേശം 40,000 മുതൽ 45,000 വരെ ആയിരുന്നു ഒരാൾക്ക് വൺ സൈഡ് ട്രാവലിന് വേണ്ടി വന്നത്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വരാനാണെങ്കിൽ ഏകദേശം ഒരു 80,000 80,000 90,000 എന്നൊക്കെ പറയും. 1,00,000 എടുത്ത് കണക്കാക്കാം. അത് നമ്മൾ ബുക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും. നേരത്തെ ബുക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഏത് ഇതാണോ ചൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളും. പക്ഷേ ഏകദേശം ഒരു റേറ്റിൽ നമുക്ക് അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാൻ സാധിക്കും. പിന്നെ ഡെൻമാർക്കിലെ കാലാവസ്ഥയുടെ സിറ്റുവേഷനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെൻമാർക്കിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെടുത്ത പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ 6 മാസത്തോളം വിൻ്റർ വരും. ഏകദേശം നവംബറിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഫെബ്രുവരി മാർച്ച് വരെ ഇപ്പോൾ വിൻ്റർ ആയിരിക്കും. ആ സമയത്ത് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എത്രത്തോളം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. പിന്നെ സമ്മറിൽ നമുക്ക് നമ്മുടെ യൂഷ്വൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീഡിയോ ഒന്ന് കിട്ടുന്നതാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. പിന്നെ ഇവിടുത്തെ നേഴ്സിങ്ങിന് ഇവിടെ വന്നിട്ടുള്ള അതിൻ്റെ വിസയുടെ പ്രോസസ്സിങ് കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡെൻമാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഡെൻമാർക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന സൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അതിൻ്റെ പ്രോസസ്സിങ്ങിനെ, അതിൻ്റെ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണ്, അതിൻ്റെ സ്റ്റെപ്സ്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഇനീഷ്യലി പറഞ്ഞ ഡാനിഷിൻ്റെ ലാംഗ്വേജ് സ്കിൽസിനെ പറ്റിയൊക്കെ അതിനകത്ത് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതിൻ്റെ കൂടുതൽ ഡൗട്ടും കാര്യങ്ങളുണ്ട് ചോദിക്കുക. അപ്പോൾ ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമ്മൾ കളക്ട് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളും കൂടുതലായിട്ട് ബാക്കിയുള്ളവരോട് ചോദിച്ച് ഒരു കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള ആൻസറും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളതാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഡൗട്ട് ചോദിച്ചിട്ട് ഇതുപോലെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്ത് ആദ്യത്തെ ഒരു 5-6 പേര് കോൺടാക്ട് ചെയ്തപ്പം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുവാണെങ്കിൽ എളുപ്പമാകും എന്നുള്ള രീതിയിൽ ഞാൻ 1-2 പേരുടെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും വില്ലിംഗ് ആയിട്ടുള്ളവരെ ഷെയർ ചെയ്തിരുന്നു. അവരെന്നിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ നോക്കിയപ്പം 40, 50, 60ഓളം പേര് അവർ ഒരു ഗ്രൂപ്പിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരോട് ചോദിക്കുക കൂടുതലും ഡീറ്റെയിൽസും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മൊത്തത്തിൽ ഇപ്പോൾ നഴ്സിംഗിൻ്റെ ഇങ്ങോട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനെ പറ്റി ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ മെയിനായിട്ടും റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ലാംഗ്വേജ് മാൻഡേറ്ററി ആയിരുന്നു. വന്ന് നമുക്ക് കെയർ ജോബ് ആയിക്കോട്ടെ ഏത് ഫീൽഡിലും വർക്ക് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ നഴ്സിംഗിന് ഇവിടെ വന്നിട്ട് ഈ അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ലാംഗ്വേജ് കോഴ്സ് പാസ്സാവണ്ട എന്നുള്ള പോലെയാണ് പറയുന്നത്. അതിനുശേഷം നമുക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടി നമുക്കിവിടെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കാം എന്നുള്ള പോലെയാണ് പറയുന്നത്. പക്ഷേ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് കയറുന്നതിന് മുമ്പ് ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസ് തെളിയിക്കേണ്ടതുണ്ടെന്നുള്ള പോലെയും കാണുന്നു. അത് നിങ്ങൾ സൈറ്റിലും ഡയറക്റ്റ് ആയിട്ട് ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ച് കൺഫേം ചെയ്യുക. അടുത്തത് നമ്മുടെ ഒരു പ്രോസസ്സിംഗ് ടൈമും പ്രോസസ്സിംഗ് ഫ്രീനെ പറ്റിയാണ്. ഏജൻസി വഴികളാണ് എല്ലാവരും തന്നെ ട്രൈ ചെയ്യുന്നത് മനസ്സിലായി. പക്ഷേ ഇവിടെ ഉള്ളവരോട് മുമ്പ് എത്തിയവരോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് ഇത് നമുക്ക് നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഭീമമായ പൈസ കൊടുക്കാതെ നമുക്ക് മുമ്പോട്ട് നോക്കാൻ പറ്റും. പക്ഷേ അതിൽ വേണ്ടത് നമ്മൾ തന്നെ ഇവിടെ വരുമ്പോൾ തന്നെയുള്ള സ്റ്റേയും കാര്യങ്ങളും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാതെ ഫസ്റ്റ് നമുക്ക് ഈ വർക്ക് ചെയ്യേണ്ട ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കേണ്ടതും നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും. അത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അല്ല ഏജൻസി വഴിയാണെങ്കിൽ കോമൺ ആയിട്ട് ഇപ്പോൾ പറയുന്നത് 4 മുതൽ 10 മാസം വരെ ടൈം എടുക്കും പ്രോസസ്സിംഗ് ടൈം എന്നുള്ള പോലെ. അതുപോലെ എമൗണ്ട് ആണെങ്കിലും 4 ലക്ഷം മുതൽ 10 ലക്ഷം 12 ലക്ഷം വരെ ഫീസ് പറയുന്ന പല ഏജൻസികളും നാട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചിലർ മറ്റേ ടിക്കറ്റിൻ്റെ റേറ്റ് ടിക്കറ്റിൻ്റെ കാശൊക്കെ അവർ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ബാങ്ക് ബാലൻസ് കാണിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് 4 ലക്ഷം മുതലൊക്കെ കാണിക്കേണ്ടത് വരുന്നുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ പറയുന്നത് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്ത് 2 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളവർ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ എല്ലാവരും പറയുന്നത് ഇങ്ങോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഇതൊരു ഫാമിലി വിസ പോലെയാണ്. നമ്മുടെ സ്പൗസിന് അക്കമ്പനി, അത് ചിൽഡ്രനാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് അക്കമ്പനി ആയിട്ട് വരാൻ പറ്റും എന്നുള്ള പോലെയാണ്. അവർക്ക് സ്പൗസിനായിക്കോട്ടെ ഒരു ഓപ്പൺ വർക്ക് വിസ എന്നുള്ള പോലെയാണ്. അവർക്ക് നമുക്കിവിടെ വന്നിട്ട് ജോബ് കണ്ടുപിടിച്ച് പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബോ അല്ലെങ്കിൽ അങ്ങനെ ഓപ്പൺ ടു വർക്ക് എന്നുള്ള പോലെ ഇപ്പോൾ 8 hours പെർ ഡേ എന്നുള്ള പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഇങ്ങോട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള പോലെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പാർട്ട് ടൈം ജോബിൻ്റെ കണ്ടുപിടിക്കൽ അത്ര എളുപ്പമല്ല എന്നുള്ള രീതിയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് ഈ പറയുന്ന 3 മാസം 6 മാസം കൊണ്ട് പഠിച്ച് എക്സാം പാസ്സാകും എന്ന് പറയുന്നതും പ്രാക്ടിക്കലായിട്ട് പോസിബിൾ ആകും എന്ന് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഇവിടുത്തെ പബ്ലിക് സ്കൂളിൽ ഫ്രീ ആണ് നമ്മൾ രജിസ്ട്രേഷന് ശേഷം. അപ്പോൾ അതിൽ പക്ഷേ ഡാനിഷ് ലാംഗ്വേജും അവരുടെ സിലബസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനീഷ്യൽ ഒരു 0 ലെവൽ ക്ലാസ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ
നമ്മുടെ ഇവിടുത്തെ സിലബസുമായിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്കൂൾസിൽ നമ്മൾ ഫീസ് കൊടുത്ത് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടി വരും. പിന്നെ മെയിനായിട്ടും ഡെൻമാർക്കിൽ വന്നു കഴിയുമ്പോൾ ടാക്സിനെ പറ്റിയൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ടാക്സ് ഈടാക്കുന്ന ഒരു കൺട്രിയാണ്. 36% മുതൽ 55% വരെ ടാക്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്ന സാലറി ഇന്ന് ടാക്സ് കട്ട് ചെയ്തിട്ടാണോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുക. കാരണം അത്യാവശ്യം ടാക്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അത് കഴിഞ്ഞുള്ള എമൗണ്ട് മാത്രമേ നമ്മുടെ ചിലവും കാര്യങ്ങൾക്കായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഓവറോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും പറയാനുള്ള കാര്യം, ഇത് പല ഏജൻസി വഴിയാണ്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം ക്രെഡിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് സിറ്റുവേഷൻസ് മുമ്പ് ഉണ്ടാകാറുണ്ടെന്ന് ഇങ്ങോട്ട് എത്തിയവരും പറയാറുണ്ട്. അല്ലെങ്കിൽ പല രീതിയിൽ ഇപ്പോൾ എൻ്റെ 2 ചേച്ചിമാർ ഇതുപോലെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവരും പുറത്തോട്ട് പോകാൻ ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഏജൻസികൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റിയും കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. കാര്യങ്ങൾ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മുമ്പോട്ട് നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.